ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇതെൻ്റെ കുഞ്ഞ് ചീരത്തോട്ടം കണ്ടോ, ചുമന്ന ചീര. അതിൻ്റെ ഇടയിൽ കയ്യുന്നിയുണ്ട്. ഇത് കയ്യുന്നിയാണേ. ഇത് വേറൊരു തരം ചെടിയാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല. നീല പൂവുകളാണ് പൂക്കുന്നത്. ഇതിൻ്റെ അടുത്താണ് എൻ്റെ തുളസി കതിർന്നുള്ളിയടുത്ത് കണ്ണനൊരു മാലയ്ക്കാ പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താൻ ഞാൻ തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണ. ആരും പാടിപ്പോവും അല്ലേ തുളസിയുടെ അടുത്ത് വരുമ്പോഴും. ഇതെൻ്റെ ചീര പൂവിട്ട് കേട്ടോ. ഒത്തിരി എനിക്ക് ഇല കിട്ടി. ചീരപ്പൂവുകൾക്കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ. ഇവിടെ കുരുവികളൊന്നും വരുന്നില്ല, പക്ഷേ എൻ്റെ മരച്ചില്ലയിലൊക്കെ ഒത്തിരി കുരുവികളൊക്കെ വന്നിരിക്കും. ഇതെൻ്റെ മനോഹരമായ എൻ്റെ കുഞ്ഞു ഹരിത വൃന്ദാവനം. അങ്ങനെ ഒത്തിരിയുണ്ട്. ഇനി ഞാൻ നട്ടുപിടിപ്പിച്ച കുഞ്ഞു പുൽത്തകിടി. ഇത് മുത്തങ്ങയെന്ന് പറയും ഇതിന്. ഇതൊരു ഔഷധമാണിത്. ഇതെൻ്റെ പുൽത്തകിടി കണ്ടോ. ഒന്നും ഞാനങ്ങനെ വെട്ടി നശിപ്പിക്കത്തില്ല. എൻ്റെ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരുന്ന എല്ലാത്തിനും ഞാൻ വളരാൻ അവസരം കൊടുക്കും. ഇതൊരു കുഞ്ഞു പായൽ കണ്ടോ. ഇത് നല്ല രസമല്ലേ. ഇതൊന്നും ഞാൻ വെട്ടിക്കളയില്ല കേട്ടോ. ഇതെൻ്റെ മനോഹരമായ പുൽത്തകിടി. എത്ര മനോഹരം. പുൽത്തകിടിയിൽ മഞ്ഞിൻ കണം ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കണ്ടോ. പുലർന്നില ചില്ലയിൽ കുളിരിടും മഞ്ഞിൻ്റെ ആ ഗാനമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ എൻ്റെ കുഞ്ഞു കുഞ്ഞ് സസ്യങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇതെൻ്റെ ചെറുനാരകത്തിൻ്റെ തയ്യ. ആ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. വളരണം. ചെടിച്ചട്ടിയിലാണ് അത് നട്ടിരിക്കുന്നത്. കാരണം അതൊരു വേനൽ സമയത്താണ് എനിക്ക് കിട്ടിയത്. അപ്പം അല്ലാതെ വെച്ച് അത് വേര് പെട്ടെന്ന് വാടിപ്പോകുമെന്ന് ഓർത്ത് ചെടിച്ചട്ടി നട്ടു. അപ്പം അതിങ്ങനെ വളരണം. പിന്നെ അതിൻ്റെ കൂടെ വേറൊരു തരം ചെടിയാണ്. നല്ല പൂക്കും കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു കറ്റവാഴയും നട്ടിട്ടുണ്ട്. അവരെല്ലാം ഇങ്ങനെ ഐക്യതയോടെ വളരട്ടെന്നേ. പിന്നെ കണ്ടോ പനിക്കൂർക്കയില. അത് നല്ലൊരു ഔഷധ സസ്യമല്ലേ. അങ്ങനെ എൻ്റെ ഈ കുഞ്ഞു തോട്ടത്തിൽ കുറേ നല്ല ഔഷധ ചെടികളൊക്കെ കൊണ്ട് സമ്പന്നമാണ്. എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതിനെ നോക്കാതെ ഞാൻ എല്ലാ